Here we will learn how to make a sentence in present continuous tense. എങ്ങനെയാണ് present continuous tenseൽ ഒരു സെന്റൻസ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സെന്റൻസ് കൺസ്ട്രക്ഷനിൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ ഒരു പാറ്റേൺ ഉണ്ട്. SVO. ഇതിലെ സെന്റൻസ് ആദ്യത്തെ S എന്ന് പറയുന്ന സെന്റൻസ് ആണ്. രണ്ടാമത്തെ S എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, then verb, then object. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റും ഓബ്ജക്റ്റും നൗൺസ് തന്നെയാണ്. നെയിമിംഗ് വേർഡ്സ്, പേരുകൾ, ഒരു പ്ലേസിൻ്റെയോ ഒരാളിൻ്റെയോ ഒരു സാധനത്തിൻ്റെയോ പേരുകളാണ് നൗൺസ്. അതാണ് ഈ സബ്ജക്റ്റും ഓബ്ജക്റ്റും എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വരുന്നത്. ഇനി നൗൺസിന് എക്സാമ്പിൾസ് നോക്കിക്കേ. രാജു, എറണാകുളം, ഇംഗ്ലീഷ്, എഗ്, പെൻസിൽ, ക്യാറ്റ്. എല്ലാം നെയിംസ് തന്നെയാണ്. ഓക്കെ, now subject comes at the beginning of a sentence and object comes at the end of a sentence. അതാണ് സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഓക്കെ, സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്ത് തന്നെയാണ്? നൗൺസ് തന്നെയാണ്, നെയിമിംഗ് വേർഡ്സ് തന്നെയാണ്. പക്ഷെ അവ തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എന്താണ്? ഈ നെയിംസ് അല്ലെങ്കിൽ നൗൺസ് വിച്ച് കംസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് എ സെന്റൻസ്, ഒരു സെന്റൻസിന്റെ ആദ്യം വരുന്നതിനെ സബ്ജക്റ്റ് എന്ന് നമ്മൾ പറയും. ഈ നൗൺസ് ഒരു സെന്റൻസിന്റെ അവസാനം വരുവാണെങ്കിൽ അതിനെ നമ്മൾ ഓബ്ജക്റ്റ് എന്നും പറയും. വേർബ്, വേർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ. അതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഉറക്കം, നമ്മൾ ഉറങ്ങുന്നുണ്ട്, അതൊരു ആക്ഷൻ ആണ്. വാക്കിംഗ്, ദെൻ സീയിങ്, പെയിന്റിങ്, സിംഗിങ്, റൈറ്റിംഗ്, എക്സെട്ര. ഇതെല്ലാം ആക്ഷൻ വേർഡ്സിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്താണ് നമ്മൾ സെന്റൻസ് ഉണ്ടാക്കുന്നത്, കൺസ്ട്രക്ട് ചെയ്യുന്നത്. സെന്റൻസ് ഉണ്ടാക്കേണ്ട ബേസിക് ഫോർമുല അല്ലെങ്കിൽ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോർമുലയാണ് SVO. ഇതിൽ എസ്, രണ്ടാമത്തെ എസ്, റെഡ് ലെറ്റേർഡിൽ എസ് എന്ന് പറയുന്നത് എന്താണ്? സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്താണെന്ന് നമ്മൾ നോക്കി, പേരുകളാണ്, നൗൺസ്. ഇനി O എന്താണ്? ഓബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റും എന്ത് തന്നെയാണ്? പേരുകളാണ്. എന്നാൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സബ്ജക്റ്റ് ഒരു സെന്റൻസിന്റെ ആദ്യം വരുന്നു, whereas object comes at the end of a sentence. പിന്നെ അവിടെ നമ്മൾ പഠിക്കേണ്ടത് verb ആണ്. verb എന്താണ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ. നമ്മൾ കുക്ക് ചെയ്യുന്നെങ്കിൽ അത്, നമ്മൾ ക്ലീൻ ചെയ്യുന്നെങ്കിൽ അത്, അതെല്ലാം verb ആയിട്ട് വരും. ഇനി സബ്ജക്റ്റും വേർബും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. അതായത് സിംഗുലർ സബ്ജക്റ്റ്, ഏകവചനം, ഒരാളെ ഉള്ളൂ എങ്കിൽ നമ്മൾ സിംഗുലർ വേർബ് തന്നെ യൂസ് ചെയ്യണം. വേറാസ് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ്, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അതേപോലത്തെ വേർബ് തന്നെ നമ്മൾ യൂസ് ചെയ്യുകയും വേണം. പിന്നെ I, you, we എന്നീ വാക്കുകൾ സബ്ജക്റ്റിന്റെ പ്ലേസിൽ വരികയാണെങ്കിൽ പ്ലൂറൽ ആയിട്ടുള്ള വേർബ് തന്നെ ആഡ് ചെയ്യണം. ഇപ്പൊ 3 കാര്യങ്ങളാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കാനുള്ള. സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ സിംഗുലർ വേർബ് വരും, പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ പ്ലൂറൽ വേർബ് വരും. I, you, we എന്നിവ വരുവാണെങ്കിൽ പ്ലൂറൽ വേർബ് തന്നെ നമ്മൾ യൂസ് ചെയ്യും. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് നേരത്തെ കണ്ടു, വേർബ് ആണെന്ന് വെച്ചാലും എന്താണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇനി ടെൻസ് വെച്ച്, ടെൻസ് എന്ന് പറയുമ്പോൾ 3 ടൈപ്പ് ഉണ്ട്. പ്രസന്റ് ഉണ്ട്, പാസ്റ്റ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട്. ഈ ടെൻസ് മാറുമ്പം അതിൽ സബ്ജക്റ്റും ഒബ്ജക്റ്റും സെയിം തന്നെ ആയിരിക്കാം, പക്ഷേ വേർബിന്റെ ഫോം ആണ് ചേഞ്ച് ചെയ്യുന്നത്. ഇങ്ങനെ 3 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും വീണ്ടും ഈ ഓരോന്നിനെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പ്രസന്റ് ടെൻസിനെ സിമ്പിൾ പ്രസന്റ് എന്നും, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നും, പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് എന്നും, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്നും 4 വിധത്തിൽ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഈ നാലിലും വരുമ്പോഴും ഈ വേർബിന് ചെറിയൊരു മോഡിഫിക്കേഷൻ വരും. വേർബിന്റെ ഫോം ഒരു ചെറുതായിട്ടൊരു മോഡിഫൈഡ് ഫോമിലായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേർബിന്റെ ഫോം എന്താണ്, എങ്ങനെയാണ് ഒരു സെന്റൻസ് ഉണ്ടാക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സബ്ജക്റ്റും വേർബും എങ്ങനെയാണ് വരുന്നത്? സിംഗുലർ സബ്ജക്റ്റ് വരുമ്പോൾ സിംഗുലർ വേർബ് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അപ്പൊ ആ വേർബിന്റെ ഫോം ഈസ് പ്ലസ് വേർബ് പ്ലസ് ing എന്നാണ്. സിംഗുലർ വേർബ് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും? സിംഗുലർ വേർബിന്റെ ഫോം എന്താണ്? ഈസ് പ്ലസ് വേർബിന്റെ കൂടെ ing. നമ്മൾ നേരത്തെ പെയിന്റ് ഒക്കെ യൂസ് ചെയ്തു. പെയിന്റിന്റെ കൂടെ ing. സീ ആണെങ്കിൽ സീയിങ്, ഓക്കെ. പ്ലേ ആണെങ്കിൽ പ്ലേയിങ്. അങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത പ്ലൂറൽ സബ്ജക്റ്റ് വരുമ്പോൾ പ്ലൂറൽ വേർബ് യൂസ് ചെയ്യും. അതായത് ആർ പ്ലസ് വേർബിന്റെ കൂടെ ing. ആർ പ്ലസ് വേർബ് പ്ലസ് ing ആണ് പ്ലൂറൽ സബ്ജക്റ്റ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ, അതായത് കാറ്റ് എന്ന് പറയുമ്പോൾ ഒന്നേ ഉള്ളൂ, കാറ്റ്സ് എന്ന് പറയുമ്പോൾ ഒന്നിലധികമായി. അങ്ങനെയാണെങ്കിൽ കാറ്റ്സ് ആർ റണ്ണിങ്, ഓക്കെ. കാറ്റ്സ് ആർ റണ്ണിങ് അങ്ങനെ വരും. യു വി എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ, സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് യുവും വിയും ആണ് വരുന്നെങ്കിൽ ആർ പ്ലസ് വേർബ് പ്ലസ് ing, ഓക്കെ. ഇനി ഐ വന്നാലോ ആം പ്ലസ് വേർബ് പ്ലസ് ing ആണ് വരേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ്? സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ സിംഗുലർ വേർബ് വരും, അതായത് ഈസ് പ്ലസ് വേർബ് പ്ലസ് ing, ഓക്കെ. പ്ലൂറൽ ആണെങ്കിലോ ആർ പ്ലസ് വേർബ് പ്ലസ് ing. യുവും വിയും വരുമ്പോൾ ആർ പ്ലസ് വേർബ് പ്ലസ് ing. ഐ വന്നാൽ ആം പ്ലസ് വേർബ് പ്ലസ് ing എന്നാണ് വരേണ്ടത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. നമ്മൾ ഫോർമുല ഞാൻ നേരത്തെ പറഞ്ഞു, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന് ഒരു സെന്റൻസ് ഉണ്ടാക്കണമെങ്കിലും എസ് വി ഒ ആണ് നമ്മുടെ പാറ്റേൺ. ഇനി ഫോം ഓഫ് വേർബ് നമ്മൾ പഠിച്ചു. ഇപ്പം സിംഗുലർ വരുന്നെങ്കിൽ ഈസ്, പ്ലൂറൽ വരുന്നെങ്കിൽ ആറ്, ഐ വരുന്ന ആം പ്ലസ് വേർബ് പ്ലസ് ing. അപ്പൊ ഈ ഒരു ഫോം ഓഫ് വേർബ് പഠിച്ചു വെക്കണം. എങ്ങനെയാണ് പഠിച്ചു വെക്കേണ്ടത്? പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ വേർബിന്റെ ഫോം ഈസ് ഓർ ആർ ഓർ ആം പ്ലസ് വേർബ് പ്ലസ് ing ആയിരിക്കും എന്ന് നമ്മളിങ്ങനെ ഒരു പേപ്പറിൽ എഴുതി പഠിച്ചു വെക്കണം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഞാൻ ഇവിടെ 3 വാക്കുകൾ തന്നിരിക്കുകയാണ്. ഒരു എസ് ഉണ്ട്, ഒരു വി ഉണ്ട്, ഒരു ഓയും ഉണ്ട്. സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലെ സെന്റൻസ് ആക്കുന്നത്? രാജ് എന്നുള്ളത് തന്നെ സബ്ജക്റ്റ് ആയിട്ടിരിക്കട്ടെ. ഈ ടീച്ച് എന്നുള്ള വേർബിനെ എങ്ങനെ ആക്കണം? രാജിന്റെ കൂടെ ഈസ് വരുമോ, ആറ് വരുമോ, ആം വരുമോ? രാജ് എന്ന് പറഞ്ഞാൽ ഒരാളെ ഉള്ളൂ, അപ്പൊ സിംഗുലർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈസ് ആണ് വരേണ്ടത്, ഓക്കെ. രാജ് ഈസ്, പിന്നെ അവിടെ ടീച്ച്, വെർബിന്റെ കൂടെ ing കൂടെ ആഡ് ചെയ്യണ്ടേ? കണ്ടിന്യൂസ് എന്ന് എവിടെയാണോ, ഏത് ടെൻസിൽ കണ്ടിന്യൂസ് എന്ന് കണ്ടാലും എപ്പോഴും ഓർത്തോണം ആ സെന്റൻസിൽ ഒരു ing ഉണ്ടാവും, ഓക്കെ. അപ്പൊ രാജ് ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ഇങ്ങനെയാണ് ഒരു സെന്റൻസ് പ്രസന്റ് കണ്ടിന്യൂസിൽ ഉണ്ടാക്കേണ്ടത്. വൺ മോർ എക്സാമ്പിൾ. ടീച്ചേഴ്സ് ടീച്ച് ഇംഗ്ലീഷ്. ടീച്ചേഴ്സ് ആണ്, അപ്പൊ അവിടെ ഒന്നിൽ കൂടുതലുണ്ട്, അപ്പൊ 6 വരും, ഓക്കെ. ടീച്ചേഴ്സ് ആർ ടീച്ചിങ്. കണ്ടോ? ടീച്ചിന്റെ കൂടെ വേർബിന്റെ കൂടെ ing. ടീച്ചേഴ്സ് ആർ ടീച്ചിങ് ഇംഗ്ലീഷ്. നെക്സ്റ്റ് ഇസ് ഐ ടീച്ച് ഇംഗ്ലീഷ്. എങ്ങനെ വരും? ഐന്റെ കൂടെ ആം ആണ് വരുന്നത്. ഈസ് വരില്ല, ആർ വരില്ല, ആം വരും. ഐ ആം ടീച്ചിങ് ഇംഗ്ലീഷ്, ഓക്കെ. ഇനി 2-3 എക്സാമ്പിൾസും കൂടെ നോക്കാം. സ്റ്റുഡൻസ് ലേൺ ഇംഗ്ലീഷ്. സ്റ്റുഡൻസ് ആർ ലേണിംഗ് ഇംഗ്ലീഷ്. നെക്സ്റ്റ് ഇസ് വി പ്ലേ ക്രിക്കറ്റ്. വി ആർ പ്ലേയിങ് ക്രിക്കറ്റ്. Next is you drink water. You are drinking water. ഇങ്ങനെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇവിടെ കുറച്ച് വേർഡ്സ് നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. യു ഹാവ് ടു മേക്ക് സെന്റൻസ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ്. നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടുകയാണെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ആൻസേഴ്സ് ടൈപ്പ് ചെയ്യാം. താങ്ക് യു.